കേരളത്തിൽ നമുക്കറിയാം വന്യജീവികളെ സംരക്ഷിക്കുന്ന നിയമങ്ങളുണ്ട്, നാട്ടാന പരിപാലന നിയമങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലേക്ക് ആനകളെ എങ്ങനെ എഴുന്നള്ളിപ്പിക്കണമെന്നുള്ള മാനദണ്ഡങ്ങളും നിയമങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിന് രണ്ട് തരത്തിൽ, ഇപ്പോൾ രാഹുൽ പറഞ്ഞ പോലെ രണ്ട് അഭിപ്രായമുണ്ട്. ഈ പറയുന്ന എന്താണ് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ആധുനിക സമൂഹത്തിൽ ഇത്തരത്തിലൊരു മിണ്ടാപ്രാണിയായിട്ടുള്ള ജീവിയെ മണിക്കൂറുകളോളം എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലൊരു ആചാരത്തിൻ്റെ പേരിൽ നിർത്തി അല്ലെങ്കിൽ ഈ പറയുന്ന ഘോഷയാത്രയായിട്ട് നടത്തുന്നു, അതിനുശേഷം അടുത്ത സ്ഥലങ്ങളിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നു, യാതൊരു വിധമായ റെസ്റ്റോ വിശ്രമമോ ഇല്ലാതെ. ഒരു ഉത്സവ സീസൺ എന്ന് പറയുമ്പോൾ എന്താണ് ഈ പറയുന്ന ആനകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 50, 60, 70 ദിവസമാണ് എന്ത് ചെയ്യുന്നത്, ആനകളെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത് പലപ്പോഴും എന്ത് ചെയ്യുന്നു, ഈ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, ആള് കൂടുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസം അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു ആന ഇടഞ്ഞ ശേഷം എന്ത് ചെയ്യുന്നു, മറ്റൊരു ആനയെ എന്ത് ചെയ്യുന്നു, പരിക്കേൽപ്പിക്കുന്നു. അങ്ങനെ ഈ രണ്ട് ആനകളൂടെ വിരണ്ടോടുന്നു. അവിടെ നിൽക്കുന്ന 3 ആളുകൾ ചവിട്ടേറ്റ് മരിക്കുന്നു. അവരൊക്കെ തന്നെ പ്രായമായ ആളുകളാണ്. എന്താണ്, ഒരു ക്രൗഡിനിടയിൽ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. കൂടുതലും ഇത്തരത്തിലുള്ള ഇഞ്ചുറികളൊക്കെ ഉണ്ടാകുന്നത് കുട്ടികൾക്കും അതോടൊപ്പം തന്നെ പ്രായമായ ആളുകൾക്കുമാണ്. പക്ഷെ എന്നാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, കാണാൻ സാധിക്കുകയില്ല. കാരണം നമുക്ക് ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, വലിയ രീതിയിൽ എക്സ്പ്ലോയിറ്റേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇനിയും ആവർത്തിക്കാത്ത തരത്തിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നിയമങ്ങൾ കർശനമാക്കുന്നു എന്ന് പറയുമ്പോഴും ജീവികളെ ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ? അല്ല, ജീവികളെ നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ അത് നമ്മൾ പറയാൻ സാധിക്കത്തില്ല. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കേരളത്തിന്റെ പലപ്പോഴും എന്താണ്, സാംസ്കാരിക കേരളത്തിന്റെ ഭാഗമാണ് പല ആഘോഷങ്ങൾ. ഇപ്പൊ തൃശ്ശൂർ പൂരം, അല്ലെങ്കിൽ ആനയടിപ്പൂരം, അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓരോ നാടിന്റെ ആചാരങ്ങളാണ്, അല്ലെങ്കിൽ നാടിന്റെ അനുഷ്ഠാനങ്ങളാണ്, അല്ലെങ്കിൽ നാട്ടുകാർ എന്ത് ചെയ്യുന്നതാണ്, വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് പിന്തുടരുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ രാഹുലെ എത്രയൊക്കെ ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ മാറ്റിയിട്ടുണ്ട്. അതെ, ഇപ്പൊ ഇതേ ആചാരങ്ങളായിരുന്നു പണ്ട്. എന്താണ്, കുരുതി, മൃഗങ്ങളെ കുരുതി കൊടുക്കുന്ന ആചാരങ്ങൾ ഉണ്ടായിരുന്നു. കോഴിയെയും ആടിനെയും അതോടൊപ്പം തന്നെ മൃഗങ്ങളെ കുരുതി കൊടുക്കുന്നതും, അല്ലെങ്കിൽ ഈ പറയുന്ന ദേവതയ്ക്ക് ദേവചൈതന്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ദേവന്റെ അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി മനുഷ്യൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. നരബലി നടത്തിയ നാടാണ്. നരബലി നടന്നിട്ടുണ്ട്. അങ്ങനെ പല പല ബലികൾ നടന്നിരുന്നു. അപ്പോൾ നിയമം മൂലം നിരോധിച്ചപ്പോൾ എന്തെങ്കിലും സംഭവിച്ചോ? ഇന്നെന്ത് ചെയ്യുന്നു, അതിന്റെ സ്ഥാനത്തേക്ക് എന്ത് ചെയ്യുന്നു, ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഈ പറയുന്ന വെജിറ്റബിൾസും ഒക്കെ, കുമ്പളങ്ങയൊക്കെ എന്ത് ചെയ്യുന്നു, അതിന് പകരമായി ഉപയോഗപ്പെടുത്തി ആചാരങ്ങൾ നിറവേറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന ആചാരങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഇപ്പം ഇനി ഒഴിച്ചുകൂടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, അതിൽ നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ എന്താണ്, ഇത് ക്രൂരമായ ഒരു വിനോദമായി മാറുന്നു. അതായത് എന്ത് ചെയ്യുന്നു, ഈ ആനകളെ ഇത്തരത്തിൽ ക്രൂരമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു റെസ്റ്റും ഇല്ലാതെ, അല്ലെങ്കിൽ എന്താണ്, അതിന് കൃത്യമായ മാനദണ്ഡം എന്ത് ചെയ്യണം,